എൻ്റെ പേര് ഷൈനി റോജോ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഒരു റീഹാബിലിറ്റേഷൻ തെറപ്പിസ്റ്റായിട്ട് തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ 8 വർഷമായിട്ട് ഇപ്പം തിരുവല്ലയിൽ ജോലി ചെയ്യുവാണ്. അപ്പം ഒന്ന് പുറത്തേക്കൊക്കെ പോയേക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പാസ്പോർട്ട് എടുക്കാനായിട്ട് അതിൻ്റെ ഒരു ശ്രമം തുടങ്ങിയപ്പോഴാണ് എൻ്റെ SSLC ബുക്കിൽ എൻ്റെ പേര് ഷൈനി ചന്ദ്രൻ എന്നാണ്. അതെൻ്റെ സെക്കൻഡ് ഫാദറിൻ്റെ പേരാണ്. അപ്പം അതിനകത്ത് എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് SHINY ഷൈനി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴാണ് അതിൽ ഷൈനി എൻ്റെ ഒറിജിനൽ ഫാദറിൻ്റെ പേര് കുര്യൻ എന്നുള്ള രീതിക്ക് ഷൈനി കുര്യൻ, അത് സ്പെല്ലിംഗ് ഉൾപ്പെടെ മാറിയാണ് കിടക്കുന്നത്. SHINY ഷൈനി എന്നുള്ള പേരാണ് അതിൽ കിടക്കുന്നത്. അപ്പം എൻ്റെ മാരേജിന് ശേഷം ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് എൻ്റെ ബാക്കി എല്ലാ രേഖകളും എടുത്തത്. ആധാറും പാൻ കാർഡും എല്ലാം, വോട്ടർ ID ഉൾപ്പെടെ എല്ലാം എടുത്തിരിക്കുന്നത് SHINY ഷൈനി എന്നുള്ള സ്പെല്ലിങ്ങിനാണ്. അപ്പം പാസ്പോർട്ട് എടുക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു 1-2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന് സ്കൂളുകളിലൊക്കെ പോയി അന്വേഷിച്ചു. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഒന്നിനകത്തും കറക്റ്റായിട്ടുള്ളൊരിതില്ല. SSLC ബുക്ക് എടുക്കുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചിട്ട് ഷൈനി റോജോ എന്നുള്ള പേരിൽ പാസ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം ഇതിലൊന്നും പെടാത്ത വേറൊരാളായി. അപ്പം 3-ൽ 3 ആളായിട്ടാണ്. ഒരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം പോലും വരുമ്പം പാസ്പോർട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ സ്കൂളിൽ അന്വേഷിച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ പുറകെ കുറേ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. ഞാൻ പരീക്ഷ ഭവനിലേക്കൊക്കെ ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ ഒന്നും ഒരു പ്രയോജനത്തിലെത്തിയില്ല. അപ്പോൾ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും എടുക്കുക എൻ്റെ കറക്റ്റായിട്ട് SSLC ബുക്ക് തിരുത്തി വരുമ്പോഴത്തേക്കിനും പിന്നെ എനിക്കിനി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നൊന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ കോട്ടയം പാസ്പോർട്ട് ഓഫീസിൽ പോയി. ഞാൻ തനിയാണ് പോയത്. പക്ഷെ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചാണ് പോയത്. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കൂട്ടത്തിൽ വരാൻ ആരുമില്ല, അമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അമ്മ എൻ്റെ കൂടത്തിൽ വന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ജസ്റ്റ് ഞാൻ എൻക്വയറി ചെന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് അവരോടിങ്ങനെ പറഞ്ഞു, നമ്മുടെ രേഖകളൊന്നും അവർ കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഇതിലെല്ലാത്തിലും വ്യത്യാസമായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ഏതെങ്കിലും രീതിക്ക് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞു നെയിം ചേഞ്ച് കൊടുത്ത് നോക്കുക, പത്രത്തിൽ കൊടുത്ത് നെയിം ചേഞ്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവിടെ ഒരു ഏജൻസിയിൽ ഒരാളെ കണ്ടു, സംസാരിച്ചു. ഞാൻ പത്രത്തിൽ കൊടുത്ത് നെയിം ചേഞ്ച് കൊടുത്തു. SSLC ബുക്കിൽ ഇന്നയാൾ, ബർത്ത് സർട്ടിഫിക്കറ്റിലത്ത് ഇന്നയാളെന്നറിയപ്പെടുന്ന ഞാൻ ഇനി മുതൽ ഷൈനി റോജോ എന്നുള്ള പേരിൽ അറിയപ്പെടും എന്ന് പത്രത്തിൽ പരസ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെച്ചു. ഞാൻ ഫെബ്രുവരിയിലാണ് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കിയത്, 4ാമത്തെ പുതുക്കൽ. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരിക്കലും നടക്കാത്ത എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ഈ പാസ്പോർട്ട് എടുക്കുക എന്നുള്ളത്. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ ഉടമ്പടി 90 ദിവസം പൂർത്തിയാകുന്നത് എനിക്ക് മെയ് 5-ാം തീയതിയാണ്. അടുത്ത മാസം മെയ് 5-ാം തീയതിയാണ് എൻ്റെ ഉടമ്പടി 90 ദിവസം ആകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മെയ് 5-ന് മുന്നേ ആയിട്ട് എനിക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം 5 വർഷം ടൈമാണ് എൻ്റെ മുന്നിലുള്ളത് ഇത് തിരുത്തി വരാനായിട്ട്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏപ്രിൽ ആപ്ലിക്കേഷൻ വെച്ചതനുസരിച്ച് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഏപ്രിൽ 3-ാം തീയതി ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരോടും ഞാൻ പറഞ്ഞു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടൊരു റെസ്പോൺസ് കിട്ടരുത്, ഒരു പോസിറ്റീവായിട്ട്. ഇനി ഏതെങ്കിലും കാലത്ത് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ പോലും പാസ്പോർട്ട് എടുക്കാൻ പറ്റും എന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടിയാൽ മതി, അത്രയെങ്കിലും മതി. നെഗറ്റീവ് ഒരു റെസ്പോൺസ് എനിക്ക് അവിടുന്ന് വരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഏഷ്യ 45:2-3 വചനം, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ആ വചനം ഞാൻ 33 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുവാൻ. ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല, ഇപ്പോഴും ഞാനത് ചൊല്ലുന്നുണ്ട്.
ഞാൻ ഇവിടുന്ന് കോട്ടയം വരെയുള്ള ആ യാത്രയിൽ മുഴുവൻ സമയത്തും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈ വചനവും വിശ്വാസ പ്രമാണവും ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. എത്ര തവണ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അവിടെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു ആൻറ്റി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പാസ്പോർട്ട് ഓഫീസിനകത്തേക്ക് എന്നെ മാത്രം കയറ്റി വിട്ടു. അപ്പോൾ തൊട്ട് എനിക്ക് പേടിയായി തുടങ്ങി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ എനിക്കറിയില്ല, ആരെങ്കിലും എന്നോട് മുഖം കറുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരയത്തേ ഉള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എന്നെ ആരും വഴക്ക് പറയരുത്. പിന്നെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ അടുത്തും എൻ്റെ ഈ കഥകളെല്ലാം പറയേണ്ടി വരുമ്പോഴത്തേനും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുതേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു തിരുത്തൽ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ ഇനി അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഞാൻ അവിടെ ആ കഥകൾ തൊട്ട് ഞാൻ അവിടെ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ ഇത്രയും പേരുടെ മുന്നിൽ ആ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ ചെന്നതാണെങ്കിൽ നിറയെ ആൾക്കാരാണ്. അപ്പം ഒത്തിരി പ്രാവശ്യം ഇവർ എൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പം ഞാൻ 3 ലേഡി സ്റ്റാഫും ഒരു മെയിലുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെന്ന് നിന്നത് ആ മെയിൽ സ്റ്റാഫിൻ്റെ അടുത്താണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, ഇതെന്താണ് 3 എണ്ണത്തിൽ 3 പേര്, SSLC ബുക്കിൽ 1 പേര്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ വേറൊരു പേര്, പാസ്പോർട്ട് ആപ്ലിക്കേഷനിൽ ഷൈനി റോജോ എന്നുള്ള പേര്, ഇതിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവരകത്ത് പോയി ആരോടോട് ചോദിച്ചു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയിലാണ് ഞാൻ കാശുരൂപം ഇട്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ കാശുരൂപം ഊരിയെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു. കൈ പിടിച്ചിരിക്കുന്ന കൊന്തയിൽ ചേർത്ത് ഞാൻ കൈവെള്ളയിൽ മുറുകെ പിടിച്ചു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ എങ്ങനെ ആയാലും വേണ്ടിയല്ല, എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് എങ്കിലും കിട്ടിയാൽ മതി എന്നവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആരും എൻ്റെ അടുത്ത് മുഖം മുഷിഞ്ഞ് ഒരു കാര്യം പോലും പറഞ്ഞില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഷൈനി റോജോ എന്നുള്ള പേരിൽ നമുക്ക് പറ്റില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം ഷൈനി കുര്യൻ എന്നുള്ള പേരിൽ. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ ഞാൻ പ്രാർത്ഥിച്ചത് ഷൈനി റോജോ എന്നുള്ള പേരിലാണ്. കാര്യം ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസും എല്ലാം വരുന്നത് ഈ ഒരു പേരിലാണ്. ബാക്കി എൻ്റെ രേഖകളെല്ലാം ഈ ഒരു പേരിലാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പേരില്ല, ഞാൻ അങ്ങനല്ലേ പ്രാർത്ഥിച്ചത് എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, എന്താണ് ഈ പേപ്പർ കട്ടിങ് എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നെയിം ചേഞ്ച് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്നും കൂടി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് പോയി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയും മാതാവേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ എങ്ങനെ ആയാലും വേണ്ടുകയില്ല, എനിക്ക് പാസ്പോർട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് ഷൈനി റോജോ എന്നുള്ള പേരിൽ കിട്ടിയാൽ മതി, അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ആ മനുഷ്യൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് ഷൈനി റോജോ എന്നുള്ള പേരിൽ പാസ്പോർട്ട് എടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ സ്ഥലത്തേക്കും ചെല്ലുമ്പോഴത്തേക്കിനും ഓരോ സെഷനും ചെല്ലുമ്പോഴത്തേക്കിനും എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഒരാൾ പോലും എന്നോട് എന്താണ് ഇങ്ങനെ എന്നൊരു ചോദ്യം പോലും ചോദിച്ചില്ല. എല്ലാം മാതാവ് അവിടെ ക്രമീകരിച്ച് തരുമായിരുന്നു. അന്ന് തന്നെ എൻ്റെ പാസ്പോർട്ട് അവിടെ അപ്രൂവായി. പിറ്റേ ദിവസം തന്നെ എനിക്ക് പോലീസ് വെരിഫിക്കേഷന് വന്നു. ഞാൻ മെയ് 5 മുന്നേ പാസ്പോർട്ട് കിട്ടണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ പാസ്പോർട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിത് തുറക്കത്തുള്ളൂ, അമ്മയായിരിക്കും ആദ്യമേ എൻ്റെ പാസ്പോർട്ട് കാണുന്നത്, ഞാൻ ഇതുവരെ ഇത് തുറന്ന് നോക്കിയിട്ടില്ല, അമ്മയുടെ അടുത്ത് തുറന്ന് കാണിച്ചിട്ട് അമ്മയായിരിക്കും ആദ്യം ഇത് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. ഷൈനി റോജോ എന്നുള്ള പേരിൽ തന്നെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അഗ്രസീവ് ആയിട്ടുള്ളൊരു കുട്ടി, അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്കാനിങ്ങിൽ 5ാമത്തെ സ്കാനിങ്ങിൽ അനോമലി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ആണെന്ന് കൺഫേം ആക്കി. അപ്പോൾ അബോർഷൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി എല്ലാവർക്കും. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന നാൾ തൊട്ട് എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാക്ഷ്യവും ഞാൻ കേൾക്കും. ഈ സാക്ഷ്യങ്ങളെല്ലാം വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നിടം വരെ ഞാൻ ഇതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കും. പിന്നെ അതിനകത്ത് കുറേയൊക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഓർത്ത് വെച്ചിട്ട് അതിനകത്ത് അവർ പറയുന്ന പോലെ തന്നെ വള്ളി പുള്ളി വിടാതെ ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറയും. അവരങ്ങനെ സാക്ഷ്യം കേൾക്കാറില്ല, പക്ഷെ ഞാൻ എല്ലാവരോടും സാക്ഷ്യങ്ങൾ പറയും. അപ്പോൾ അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി അത് കേൾക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ മൃദുല എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഞാനിപ്പം അവളോട് ഞാനിങ്ങനെ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെ ഉടമ്പടി തൈലം അവളുടെ വയറിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി, കുഞ്ഞിനൊരു കുഴപ്പവും വരില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി തൈലം അവളുടെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുഷ്പഗിരിയിൽ ചെയ്തപ്പോഴത്തേക്കിനും പറഞ്ഞു ഡൗൺ സിൻഡ്രോം ആണെന്ന് കൺഫേം പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു, അടൂർ പോയി.
അവിടെയും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ അബോർഷൻ തന്നെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. പിന്നെ വീണ്ടും അവരുടെ വീട്ടുകാർ ലാസ്റ്റ് കാരിത്താസിലും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു. കാരിത്താസിൽ തിങ്കളാഴ്ച സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ അവൾ പറഞ്ഞു തിങ്കളാഴ്ച പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഞായറാഴ്ച അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഒരു കുഴപ്പവും വരരുത്, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം, ഒരു കുഴപ്പവും വരാതെ കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവർ കാരിത്താസിൽ പോയി സ്കാൻ ചെയ്തു. കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, നല്ലൊരു ആൺകുഞ്ഞിനെ, ഒരു കുഴപ്പവുമില്ല, നല്ല ആരോഗ്യമുള്ളൊരു മിടുക്കനൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അവരുടെ വീട്ടിൽ, ചേർത്തലയിലാണ് അവളുടെ വീട്, ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴത്തേക്കിനും ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, കുഞ്ഞിനെ ഒന്ന് തരുമോ, കൃപാസനത്തിൽ കൊണ്ടുപോയി എന്ന് അമ്മ മാതാവിനെ കാണിക്കാനാന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ അവർ കുഞ്ഞിനെ അമ്മേനെ എൻ്റെ കൂട്ടത്തിൽ വിട്ടു. ഞങ്ങളിവിടെ വന്ന് കുഞ്ഞിനെ അമ്മ മാതാവിനെ കാണിച്ചു. ആദ്യമായിട്ട് 28 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിലാണ് തന്നു വിട്ടത്. അതും അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ കുഞ്ഞിനെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റി. അങ്ങനെ പിന്നെ ഇതിൽ എഴുതാത്ത ഒരെണ്ണം, ഞങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം പറ്റുമായിരുന്നു. വേനൽക്കാലത്ത് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് വെള്ളം പറ്റും. അപ്പോൾ ഒന്നെങ്കിലും ഞങ്ങൾ വെള്ളം മേടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി കോരും. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിൽ പിന്നെ ഞങ്ങൾ കിണറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ കടുത്ത വേനൽ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ കിണറ്റിലെ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോഴും നന്നായിട്ട് വെള്ളമുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് മാത്രമല്ല, എഴുതാത്ത ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹത്തിന് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ രോഗികളായിട്ടുള്ള പ്രായമായിട്ട് വീട്ടിലൊക്കെ ഒറ്റയ്ക്കൊക്കെ ആയിട്ടുള്ളവരെ എല്ലാവരെയും ഞാൻ മമ്മിയുടെ കൂട്ടത്തിൽ പോയി കാണാറുണ്ട്. പിന്നെ പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെയൊക്കെ ഒരു കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അച്ഛൻ പറഞ്ഞ ഉടമ്പടി എടുത്ത ആൾ തന്നെ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പരമായിട്ട് ഞാൻ തന്നെ ഇപ്പം എനിക്ക് കിട്ടുന്ന മുഴുവൻ ഞാൻ തന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. നേരത്തെയൊക്കെ ഒരു കുറച്ച് മടിയായിരുന്നു, വേറെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ആരായാലും അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, പിന്നെ ഞാൻ രോഗികളെ കാണാൻ പോകാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അതിൻ്റെ ഒരു ദശാംശം ഞാൻ എപ്പോഴും നീക്കി വയ്ക്കാറുണ്ട്. അത് അവകാശപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ സാലറിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നൊരു സെൻ്ററുണ്ട്, അവിടെ ഞാൻ അരി മേടിച്ച് കൊടുത്തു. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒറ്റ ദിവസം പോലും ഞാൻ കുർബാന മുടക്കാറില്ല. എല്ലാ ദിവസവും, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഇപ്പോൾ എനിക്കെന്തോ ഭയങ്കര വലിയ ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി, ഞാൻ കുർബാന കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാത്തിനും ഞാൻ ഒരിത് കൊടുക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ വിശുദ്ധ ബലി ഒരിക്കലും ഞാൻ മുടക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ അരമണിക്കൂർ കൂടുതലും ബൈബിൾ വായിക്കാനായിട്ട് ഉള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം നേരിട്ട് ചെയ്യും. പുറപ്പാടിൻ്റെ പുസ്തകം 14 തിരുവചനത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോയുടെ സൈന്യം. തങ്ങൾ മുമ്പിലേക്ക് പോയാൽ തങ്ങൾ മുങ്ങി മരിക്കും, പുറകിലാണെങ്കിൽ ശത്രുക്കൾ തങ്ങളെ കൊന്നൊടുക്കും. ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ ജനം മോശയ്ക്ക് എതിരെ, അതായത് കർത്താവിനെതിരെ സംസാരിക്കുകയാണ്. മോശയോട് ചോദിക്കുകയാണ്, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇതിലും ഭേദം ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കുന്നതല്ലേ അല്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മോശ പറയുന്ന വചനങ്ങളാണ് തിരുവചനങ്ങളായി നാം കേട്ടത്. ഇവിടെ ഈ മകളുടെ കാര്യത്തിൽ പാസ്പോർട്ടെന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. അതിന് എന്തെല്ലാമായിരുന്നു അതിൻ്റെ കാരണങ്ങൾ, 5 വർഷമെങ്കിലും എടുക്കുമെന്നൊക്കെ പറയുന്ന കാര്യം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക? അതായത് അത്രയേറെ നാം സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ അമ്മയോട്
പല കാര്യങ്ങളും പറയുവാൻ. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന ഡേറ്റിന് അമ്മേ എനിക്കിത് നൽകണം, എനിക്ക് അമ്മയല്ലാതെ വേറെ ഇനി മധ്യസ്ഥം വഹിക്കാൻ ആരുമില്ല. ആ ഒരു മനസ്സിൻ്റെ ഒരു നമ്മുടെ വേദന, ആ വേദനയാണ് നാം പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. അതാണ് ഈ മകൾ ചെയ്തത്. മെയ് 5 ഡേറ്റ് ഇട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ മകൾക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അത് ആരെയും കാണിച്ചില്ല, അമ്മയെ കാണിക്കുവാനായിട്ട്. അമ്മയുടെ അടുത്ത് വന്നിട്ട് മാത്രം ഓപ്പൺ ചെയ്യും. പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുകയാണ്. പിന്നീട് തനിക്ക് തൻ്റെ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് അബോർഷൻ പറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് ആ കൂട്ടുകാരിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും കൊണ്ട് ഇവിടെ വരുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും ഉടമ്പടി ജീവിതം നമ്മെ പലതിനും യോഗ്യരാക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാവുക. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ എത്ര തീഷ്ണതയോടെ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നാം കേട്ടു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.